ഒന്നാമത്തെ പണിഷ്മെന്റ് 50 വട്ടം മുട്ടിങ്ങനെ വെച്ചിട്ട് കറങ്ങുക. കജ്ജി മേലേക്ക് വെച്ചിട്ട് സൈഡ് വേണ്ട. 50 പിടിച്ചു. ഓക്കെ. എണ്ണത്തിന്റെ പോക്ക് കണ്ടോ? 50 എണ്ണത്തിന്റെ പോക്ക്. 20 മാന്യമായിട്ട് കൊടുത്തപ്പോ എണ്ണത്തിന്റെ പോക്ക് 50. 20 അല്ലല്ലോ ഇജ്ജ് പറഞ്ഞത്. ഇജ്ജ് ആദ്യം നാവുമെന്ന് പറഞ്ഞത് തെറ്റിയതാ. ഇജ്ജ് രണ്ടാമത് ചെന്ത് പറഞ്ഞു ആ പാട്ട് കെജോളം കളിക്കാനാ പറഞ്ഞത്. അന്റെ നാവുമെന്ന് എനിക്കിവിടെ അടി വെച്ച് ബഹളം ഉണ്ടാക്കിയിരിക്കായിരുന്നല്ലോ. ആദ്യം നീ പറഞ്ഞെന്താണ്? നീ ആദ്യം പറഞ്ഞെന്താണ് ഈ പാട്ട് കെജോളം പക്ഷെ അന്റെ നാവുമെന്ന് ആദ്യം പറഞ്ഞു പോയി 20 ആക്ച്വലി ഞാന് ഇപ്പം ആ പാട്ട് ചെറിയ 1 മിനിറ്റിന്റെ പാട്ടുണ്ടായിരുന്നു, അത് ഇടാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ 20 വട്ടം അതും പറയും അതിന്റെ അപ്പുറം പറയും. ഓക്കെ. അന്റെ നാടകം ഞാൻ 5 മിനിറ്റിന്റെ പാട്ടിട്ടത്. രണ്ടാമത്തെ പണിഷ്മെന്റ് അപ്പോ 50 വട്ടേ എല്ലാരും കേട്ടോ. 50 വേണ്ട 30 വട്ടം ഓട്ടെ. അത് എടുക്കാൻ കഴിയില്ല. ഓക്കെ. എടുക്കാൻ കഴിയില്ല. നല്ല മുട്ടുവേദന ഇല്ലേ? ഇല്ലൊക്കെ ഒരു മുട്ടുവേദന ഇല്ല. ഓക്കെ. ഓക്കെ. 30 വട്ടം. ഓക്കെ. രണ്ടാമത്തത് എന്താ പറഞ്ഞതോള്? രണ്ടാമത്തെ എന്താണ്? മീസിൻ താടി കട്ടക്ക്. ഓള് പറഞ്ഞതല്ലാതെ സ്വന്തമായിട്ടൊന്നും കൊഴിയത്തില്ല. നിക്ക് ഇല്ല, സ്വന്തമായിട്ടില്ല. ഓള് പറഞ്ഞതാ മുടി കംപ്ലീറ്റ് കെട്ടിയിട്ട് ഈ 2 തുമ്പ് മാത്രം കാണിച്ചു തരാം. ഈ 2 തുമ്പ് മാത്രം ഇങ്ങോട്ട് ഇറക്കണതാ ഇത്ര. ഓക്കെ. ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് കെട്ടണം. ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മീശ ഇങ്ങനെ കട്ടിക്ക് വെക്കണം. ഇവിടെ മീശ കട്ടി വേണ്ട, അവിടെ ഡബിളിട്ട് കെട്ടിയാൽ മതി. ഓക്കെ. ഇങ്ങനെ ഇതുപോലെ ഗുണ്ട വീണു ഇതാ ഇതുപോലെ. ഓക്കെ. ഓക്കെ. ചെറുതോ അക്കോ പണി എന്താ വെച്ചാ നോക്ക്. ചെറുത് ചെറുതിന് ഇതെന്താ ചെയ്തിരിക്കണ്? ആ ഞാൻ ഇവിടെ ഇപ്പൊ പണിഷ്മെന്റ് എടുത്തിട്ടുള്ളൂ അറിയാ. അത് പിന്നെ മേലേക്ക് കെട്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ട് കെട്ടുക. ഓക്കെ. കെട്ടിയിട്ട് അങ്ങ് തിരി പോയി പണി വെക്കുക. ഇവിടുന്ന് ഇങ്ങനെ പിന്നെ മീശ വെക്കുക. ഇവിടുന്ന് ഇങ്ങനെ മീശ വെക്കുക. ഓക്കെ. ഇവിടെ ഇങ്ങനെ താടി 1 മണി എന്നിട്ട് ഇന്റെ സപ്പോർട്ടേഴ്സിനെ വന്നിട്ട് എന്താ പറയുക വന്നിട്ട് സല്യൂട്ട് അടിക്കുക. ഓക്കെ. അത് എങ്ങനെ മുട്ടുകേൽമ വന്നിട്ട് ഇതാക്കുക സല്യൂട്ട് അടിക്കാം. ഓക്കെ. മൂന്നാമത്തെ പണിഷ്മെന്റ് മൂന്നാമത്തെ പണിഷ്മെന്റ് എന്തൊക്കെ തന്നത്? നമുക്ക് എന്താ തന്നെ മൂന്നാമത്തെ പണിഷ്മെന്റ്? അതൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ച് അതൊന്നൊരു പേടിയുള്ള കാര്യമില്ല. ഡോണ്ട് പേടി. മൂന്നാമത്തെ പണിഷ്മെന്റ് എന്താ പറഞ്ഞേക്ക്? അത് സാരില്ല, അത് വിടാം. സ്വന്തമായിട്ടൊരു പണിഷ്മെന്റ് ഇല്ലാത്ത സ്വയം പറയൂ. ഞാൻ പറഞ്ഞ പണിഷ്മെന്റ് മാത്രം പറയാം. മൂന്നാമത്തെ പണിഷ്മെന്റ് എന്തൊക്കെ പറഞ്ഞത്? മുഖത്തെ പെണ്ണ എന്താ മൂന്നാമത്തെ പണിഷ്മെന്റ് പറഞ്ഞത്? ആ സെയിം പണിഷ്മെന്റ് എടുത്താൽ മതി. മൂന്നാമത്തെ എന്തൊക്കെ ഓർമ്മട്ടില്ല. എന്താ പറഞ്ഞ മൂന്നാമത്തെ പണിഷ്മെന്റ്? മൂന്നാമത്തെ പണിഷ്മെന്റ് എന്താ അവൾ പറഞ്ഞത്? ഒന്നാമത്തെ രണ്ടാമത്തെ മുട്ടുകാലില് പറ്റത്തില്ലെന്ന് ഓർത്തോണം. എന്ത് ഊള വെട്ടിരുമ്പല്ലേ പറഞ്ഞത്? ഇതാ കണ്ടോ? ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ കറക്റ്റ്. ഞാന് ഊള സുകന്യാണ് ഇന്നത് കൊല്ലണേ എന്നാ പറയാ. 40 വട്ടം. ഫസ്റ്റ് പണിഷ്മെന്റ് മുട്ട് കുത്തിയിട്ട് കറങ്ങുക. രണ്ടാമത്തെ പണിഷ്മെന്റ് മുട്ടുകാലിൽ വരിക. ഞാൻ ഒറ്റ മുട്ടിന്റെ പണിഷ്മെന്റ് തന്നുള്ളായിരുന്നു. 2 മുട്ടിന്റെ പണിഷ്മെന്റ് തന്നിട്ടില്ല. 2 മുട്ട് ഇത് മുട്ടിലല്ല, ഇത് നടന്നു വരാനായിരുന്നു. രണ്ടാമത്തെ പണിഷ്മെന്റ് ഇപ്പൊ എന്താ? എന്ത് രണ്ടാമത്തെ എന്താ? എന്ത് രണ്ടാമത്തതോ? രണ്ടാമത്തത് എനിക്കറിയില്ല. മുഖത്ത് കംപ്ലീറ്റ് താടി തൂക്ക് വരച്ചിട്ട് മറ്റേ മുടി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് കട്ടിക്ക് വന്നിട്ട് ഇന്റെ ഗിഫ്റ്ററെ സല്യൂട്ട് അടിക്കുക. 50 വട്ടം. അത്രേ ഉള്ളു. അവിടെ ആരാ ഗിഫ്റ്റ് അടിച്ചേ? ആരാ ഗിഫ്റ്റ് അടിച്ച സല്യൂട്ട് അടിക്കാൻ? താടോ
ഓക്കെ. കട്ടക്ക് എടുക്കും ഞാൻ, കട്ടക്ക്. പിന്നെ പിന്നെ ഞാൻ ഊളയാന്ന് പറയുന്നതിന് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാനൊരു ഊളയാണ്. ഞാൻ വെറും ഊളയാണ്. ഞാൻ വെറും കച്ചറയാണ്. പക്ഷെ ഞാനത് എടുക്കാത്ത എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ച ആക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാനിപ്പോ ഇതുപോലെ ഈ സാധനമൊക്കെ ഒരുങ്ങി വെച്ചിട്ട് ഏതാ പമ്പരം കണക്കിന്ന് കറങ്ങി എത്ര വട്ടം? 30 വട്ടം. ഓ നിങ്ങൾ പറഞ്ഞില്ലല്ലോ പാട്ട്. ശരിയാ, നിങ്ങൾ 30 വട്ടമെന്നേ പറഞ്ഞു. എന്താ മണ്ണിച്ചിരിക്കണേ? ഞാൻ പണിഷ്മെന്റ് എടുക്കണു. അങ്ങോട്ട് പോട്ടെ. കാണില്ല, അതിന് മുട്ട് കാണില്ല. അങ്ങോട്ട് കുറച്ചുകൂടി നീക്കിയേക്ക്, കുറച്ചുകൂടി നീക്കിയേക്ക്. മുട്ടണോ? എടുക്ക്. ആ എടുക്കണം. എടുക്കാതെ എവിടെ പോയാ? ഒരു പാട്ട് എടുത്താ. അപ്പൊ ഒരു പാട്ട് കറങ്ങ് കറങ്ങ് കറങ്ങ്. ആ ഈ പരിപാടി എനിക്ക് ഇഷ്ടമല്ല. സിംഗിൾ മാച്ച് സിംഗിൾ മാച്ച് കളി നിർബന്ധമുള്ളൂ. ഓക്കെ, ഇജ്ജ് വിടുമ്പോ കളി നടക്കൂല. വിടുമ്പോ കളി നടക്കൂല. ഓക്കെ, ആ ഇജ്ജ് എടുക്ക്. പണിഷ്മെന്റ് എടുക്ക്. ഞാൻ നോക്കട്ടെ. പണിഷ്മെന്റ് എടുക്ക്. എന്നിട്ട് നോക്കട്ടെ. പണിഷ്മെന്റ് എടുക്ക്. പണിഷ്മെന്റ് എടുക്ക്. ഇതാ നോക്കട്ടെ. നീ എടുക്കണ്ട. വിട്ടോ, 150 വിട്ടോ. ഒരു പ്രശ്നമില്ല. ഇജ്ജ് എടുത്തില്ലാച്ചിട്ട്. ഓക്കെ, ഇജ്ജ് എടുത്തില്ലാച്ചിട്ട് ഒരു പ്രശ്നമില്ലേക്ക്. ഓക്കെ, ബസ് സ്റ്റോപ്പ് കഴിഞ്ഞു. ഒരു പണിഷ്മെന്റ് ഞാൻ എടുത്തിട്ട് സെക്കൻഡ് മാച്ച് ഇട്ട് പണിഷ്മെന്റ് എടുക്കുക. ഒന്നല്ല രണ്ടല്ല ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല എത്ര മാച്ച് കളിച്ച ദിവസങ്ങളുണ്ട്? ഞാൻ നോക്കട്ടെ. എത്ര മാച്ച് കളിച്ച ദിവസങ്ങളുണ്ട്? എത്ര നിങ്ങളുടെ പോയിന്റ് മാത്രം 4 നിങ്ങളുടെ പോയിന്റ് മാത്രം 4 സമ്മതിക്കുന്നില്ലല്ലോ. പറയുമ്പോടാന് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടപ്പോ ഞാൻ എടുത്തോ? ഒരാള് കളിക്കുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞ ഒരു സിംഗിൾ മാച്ച്. ബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞു, ഒരു പണിഷ്മെന്റ് എടുത്തു, സിംഗിൾ മാച്ച്. എന്നിട്ടല്ലേ ഗെയിം ഇടല്. എന്നിട്ട് നമുക്ക് നോക്കാം ഗെയിം ഇടണം. പണിഷ്മെന്റ് എടുക്ക്. എന്നിട്ട് കളിക്കും. ഇല്ല, നിങ്ങള് പണിഷ്മെന്റ് എടുത്ത് കഴിഞ്ഞാൽ കളിക്ക് വന്ന് പറയുന്ന നിങ്ങളുടെ ആ വാക്കിനെ ഞാൻ വാക്കിന് വിലയുള്ള മനുഷ്യനെ അല്ല വെട്ടിരുമ്പ് കാര്യം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കത്തില്ല. നിങ്ങൾ പറഞ്ഞത് ജന്ത് വിചാരിക്കണേ? പറയുമ്പോ ഗെയിം ഇടാൻ വേണ്ടിട്ട് നീ എന്നെ കൊണ്ട് പണിഷ്മെന്റ് എടുപ്പിച്ചില്ലേ? ഞാൻ നിങ്ങൾ എന്നോട് ആൾക്കാർ പറഞ്ഞ് പണിഷ്മെന്റ് കഴിഞ്ഞിട്ട് മാറ്റെടുത്താൽ മതിയെന്ന്. എന്നോട് ആൾക്കാർ പറഞ്ഞ് പണിഷ്മെന്റ് കഴിഞ്ഞിട്ട് മാറ്റെടുത്താൽ മതിയെന്ന്. പക്ഷെ നിങ്ങൾ ഇവിടെ എല്ലാരും എഴുതി വിടുന്നതാ. അല്ലെങ്കിൽ മറ്റേ ഫോണിന്റെ എടുത്ത് നോക്ക്. ഇവിടെ എഴുതി വിടുന്നത് ഞാൻ ഉടായിപ്പാണെങ്കിൽ ഞാൻ സഹിച്ചു. പണിഷ്മെന്റ് എടുക്ക്. എന്നിട്ടല്ലേ ഞാൻ അങ്ങനെ മറ്റേ ഫോണിൽ നോക്കുന്ന ആളല്ല. പിന്നെ ഞാൻ ഉടായിപ്പാണെങ്കിൽ ഞാൻ സഹിച്ചു. നിങ്ങൾ പണിഷ്മെന്റ് എടുക്കുക. നിങ്ങൾക്ക് പണിഷ്മെന്റ് എടുക്കാനുള്ള വാശി കൊണ്ട് നിങ്ങൾ ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. തോറ്റേന് ഞാൻ അന്തസ്സായിട്ട് പണിഷ്മെന്റ് എടുത്തില്ലേ? അന്തസ്സായിട്ട് പണിഷ്മെന്റ് എടുത്തില്ലേ? പണിഷ്മെന്റ് എടുക്ക്. എന്ത് പണിഷ്മെന്റ് എടുക്ക്? ഞാൻ പോകത്തില്ല. പണിഷ്മെന്റ് എടുക്കും. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഇവള് ലോക ഉടായിപ്പാണ്. ഇവളെ സംഭവം എന്താ ഞാൻ പറയാം. ബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞ ഒരു സിംഗിൾ മാച്ച് എല്ലാവരും കളിക്കണില്ല. നമ്മളിപ്പോ ഇവിടേക്ക് മാത്രമൊന്നല്ല ഗെയിം കളിക്കണേ അല്ലേ? നിങ്ങൾക്ക് അറിയണല്ലേ? ബസ് സ്റ്റോപ്പിൽ ഞാൻ തോറ്റു. ഞാൻ അന്തസ്സായിട്ടോള് പറഞ്ഞ 30 വട്ടം കറങ്ങി. അന്തസ് കൊടുക്കണേ 30 വട്ടം കറങ്ങി. അന്തസ് കൊടുക്കണേ. ഓക്കെ, രണ്ടാമത് ഞാൻ ജയിച്ചേക്ക്, ഞാൻ കളി ജയിച്ചേക്ക് ഓൾ എന്താ കാട്ടിയാണ്? ഉടായ്പ എടുക്കണേ.
പണിഷ്മെന്റ് എടുക്കുക പിന്നെ ഇതിന് വരരുത്. പണ്ടു ഇതേമാരിക്കായിരുന്നു കളിക്കാൻ വന്നിട്ട് പണിഷ്മെന്റ് എടുക്കാതെ ഇറങ്ങി മണ്ടി പോയി. പണ്ടു ഇതേമാരിക്കാണ് പണിഷ്മെന്റ് എടുക്കാതെ മുങ്ങി. എന്നിട്ട് ഓള് പറയാം ഗെയിം ഇട്. എന്ത് ഗെയിം ഇടുന്നു? ഞാൻ എന്ത് ഗെയിം ഇടുന്നു? ഉടായിപ്പാണ്. അപ്പൊ എന്താ ഗെയിം ഇടുന്ന അറിയോ? കുറച്ചും കൂടി ഇത് വരുമല്ലോ അവിടെ. അതിന് വേണ്ടിയിട്ട് ഗെയിം ഇടിപ്പിക്കുക. അന്തസ് കൊടുക്കാൻ എന്ത് ചെയ്യണം? വേറെ പണിഷ്മെന്റ് എടുത്തിട്ട് കരിമ ഗെയിം കളിക്കുന്ന അറിയണം. അതാണ് അതിന്റെ അന്തസ്. പണിഷ്മെന്റ് എടുത്തതിന് ശേഷം കരിമ ഗെയിം കളിക്കും. ഞാൻ ഓള് പറഞ്ഞെങ്കിൽ ഞാൻ ഇട്ടില്ലേ, ഞാൻ പണിഷ്മെന്റ് എടുത്തില്ല. ഞാൻ ഒരു അക്ഷരം മുണ്ടിയില്ല. മാറ്റി തരുമെന്ന് കൂടി ചോദിച്ചിട്ടില്ല. ഒരു പണിഷ്മെന്റ് ഓള് അന്തസ്സായിട്ട് പറഞ്ഞ പണിഷ്മെന്റ് നമ്മൾ അന്തസ്സായിട്ട് എടുത്തു. നമ്മൾ മാറ്റി തരുമോ? അല്ലെങ്കിൽ എനിക്ക് തന്ന പണിഷ്മെന്റ് ഞാൻ കൊടുത്ത്. ഇന്നെ കൊണ്ട് എന്താ പണിഷ്മെന്റ് പറഞ്ഞത്? ഇന്നെ കൊണ്ട് പറഞ്ഞ പണിഷ്മെന്റ് എന്താ? 30 വട്ടം അതിന് വേണ്ടി കറങ്ങാൻ മുട്ടുകാലം. അതേ പണിഷ്മെന്റ് കൊടുത്തു. രണ്ടാമത് എന്താ പറഞ്ഞ? മീശിൻ താടി മരിച്ചിട്ട് ഊളക്കെരിയുമെന്ന് പറയാന്. മൂന്നാമത്തെ പണിഷ്മെന്റ് എന്താ പറഞ്ഞത്? നിരങ്ങി ഇത് ചെയ്യിച്ചാൽ. ആ 3 പണിഷ്മെന്റ് സെയിം പണിഷ്മെന്റ് കൊടുത്തു. പണിഷ്മെന്റ് എടുക്കൂലാണ് ഞാൻ ഇത്തരം പറഞ്ഞത്. കുറെ ഉടായ്പ, ചെറിയ ഉടായ്പൊന്നുമില്ല, അങ്ങനെ അറ്റത്ത് ഉടായ്പ കാണിക്കുന്ന ആൾക്കാർ ഇങ്ങനെ 2-3 എണ്ണങ്ങളുണ്ട് ഇതിനകത്ത്. ഇജ്ജ് ഒരു ഉടായ്പും കാട്ടില്ലല്ലോ. ഇജ്ജ് 50 നല്ലതല്ലേ ചേച്ചി? എനിക്കൊന്നും കേൾക്കത്തില്ല. മൂട്ട കേക്കണ്ടേ? നിങ്ങള് പാട്ടോ കൂട്ടോ എന്താന്ന് വെച്ചിട്ട് 2 എന്തുകൊണ്ടൊന്നും ഗെയിം നിൽക്കാൻ പോകുന്നില്ലല്ലോ. നാളെ ഉണ്ടാവുമല്ലോ. 3 നാളെയും ഉണ്ടാവുമല്ലോ. ബെസ്റ്റ് ഓഫ് 3 കഴിഞ്ഞ സിംഗിൾ മാത്രമാണെന്ന് പറയുന്ന വെട്ടിരിമ്പ് കരിയും. എത്ര ഗ്രൂപ്പ് ഗെയിമോ എന്തൊക്കെ ഗെയിമോ ഇങ്ങനെ കൂടെ ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഇത് തോറ്റു കഴിഞ്ഞാൽ അടുത്തത് ജയിച്ചു കഴിഞ്ഞാൽ അപ്പ ഓടണം. കാരണം ഇനി പണിഷ്മെന്റ് എടുക്കാൻ പറ്റത്തില്ല. പണിഷ്മെന്റ് എടുക്ക് 6. താൻ പറയണൊന്നും ഇവിടെ കേൾക്കത്തില്ലല്ലോ. തന്റെ കനകന ചില ഇവിടെ കേൾക്കത്തില്ല. തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ അവിടെ ഇരുന്ന് ചിലക്കുന്നുണ്ടോ? അല്ലാതെ വേറെ ആരും ചിലക്കാൻ വരത്തില്ല. തന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ഉടായിപ്പാണ്. പിന്നെ അവിടുന്ന് ഇവിടെ വന്ന് കമന്റ് ഇടുന്ന അപ്പുറത്തെ ആൾക്കാരോട് ഞാൻ പറയുകയാണ്, വെറും ഉച്ച മാത്രം. എനിക്ക് വലിയ വേദന ഒന്നും തോന്നുന്നൊന്നുമില്ല. നല്ല മെത്തയിലാണ് കാണുന്നത്. 8 5 തിരി വള തിരി. വെട്ടിരുമ്പോ കരിമിനെ താങ്ങി നടക്കുന്ന ആൾക്കാർ അവിടെ പോയി താങ്ങിക്കും. ഇവിടെ താങ്ങാൻ വരണ്ട. കാരണേ ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ ഇങ്ങനെ മുഖം ഒന്ന് കാണണം. അയ്യോ തോറ്റ്